നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ മൊത്തം സ്റ്റോറി അതിൽ ശരിക്കുള്ള വില്ലൻ ആരാണ്, അതിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഫുൾ പ്ലോട്ട് ലീക്ക് എന്ന് പറഞ്ഞിട്ട് റെഡിറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഇൻസൈഡേഴ്സ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ അത് മൊത്തത്തിൽ വായിച്ചപ്പോൾ ഇനിയൊരു പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. ഒരു പക്ഷേ ഈ പ്ലോട്ട് ലീക്ക് സത്യമായിരിക്കാം, ചിലപ്പോൾ സത്യം അല്ലാതായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് നോക്കിക്കളയല്ലേ. ഇനി എങ്ങാനും ഈ പറയുന്ന കഥ എങ്ങാനാണ് ശരിക്കും പടത്തിൽ വരുന്നതെങ്കിൽ മക്കളെ അമ്മനോടൊന്നും തോന്നല്ലേ. ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ മെയിൻ വില്ലൻ നമ്മുടെ ടോം സ്റ്റോൺ ഒന്നും അല്ല, ജാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇനി ഈ ജാക്കൽ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ കോമിക്സിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ വൺ ഓഫ് ദ വില്ലനാണ്. പുള്ളിക്ക് നമ്മുടെ ഗ്വെൻ സ്റ്റേസിയുടെ അടുത്ത് കുറച്ച് ഒബ്സഷനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒറിജിനൽ പേര് ഡോക്ടർ മൈൽസ് വാർണർ എന്നാണ്. അങ്ങനെ ഗ്വെൻ സ്റ്റേസി മരിച്ചതിന് ശേഷം അതിന് കാരണക്കാരൻ സ്പൈഡർമാൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളീനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വില്ലനായിട്ട് മാറുന്നത് തന്നെ. പുള്ളി ഒരു സയൻറ്റിസ്റ്റാണ്. ഇനി പുള്ളിയുടെ പവർ എന്താണെന്ന് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ദ മാസ്റ്റർ ഓഫ് ക്ലോണിങ് ടെക്നോളജി ആൻഡ് ജെനറ്റിക്സ് ആണ്. അതായത് പുള്ളിക്ക് ആരെ വേണമെങ്കിലും ക്ലോൺ ചെയ്യാൻ പറ്റും അവരുടെ DNA വെച്ചിട്ട്. ഇതേ പുള്ളി തന്നെയാണ് കോമിക്സിൽ നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ DNA എടുത്തിട്ട് പുള്ളിയുടെ തന്നെ ഒരു ക്ലോൺ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ക്ലോണാണ് പിന്നീട് സ്കാർലറ്റ് സ്പൈഡർ എന്നുള്ള പേരിൽ നമ്മുടെ ബെൻ റെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള സ്പൈഡർമാനായിട്ട് അറിയപ്പെടുന്നത്. മാത്രമല്ല പുള്ളിക്ക് ടെലിപാത്തിക് പവേഴ്സ് പോലത്തെ കുറച്ച് പവേഴ്സൊക്കെ ഉണ്ട്. അത് അവിടെ കട്ടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ആ പ്ലോട്ടിലേക്ക് വരാം. ഈ ജാക്കൽ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ പുള്ളി ഒരു ജനറ്റിക് വൈറസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആ ജനറ്റിക് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഹോസ്റ്റിനെ പുള്ളിക്ക് മൈൻഡ് കൺട്രോൾ അവരെ പൊസസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ആ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിയുടെ പൊസഷൻ പുള്ളിക്ക് ജമ്പ് ചെയ്യാനും പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പുള്ളിയുടെ കൺട്രോൾ എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ സത്യമാണോ എന്ന് തോന്നുന്നു. കാരണം ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലറിൽ തന്നെ നമ്മുടെ സ്പൈഡർമാൻ ആ ടാങ്കർ തുറന്ന് ഒരു അമ്മച്ചീനെ അവിടുന്ന് പുറത്തെടുക്കുമ്പോൾ പെട്ടെന്ന് ആ അമ്മച്ചിയുടെ ആ കൺട്രോൾ മാറിയിട്ട് തൊട്ടടുത്തുള്ള ഒരു സോൾജറിനെ ആരോ കൺട്രോൾ എടുക്കുന്നവരെ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ദൈവത്തിനറിയാം ഇതൊക്കെ സത്യമാവുമെന്ന്. അങ്ങനെ ഈ പുള്ളിയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഒരു പവർഫുൾ ഹോസ്റ്റായിട്ട് ബോണ്ട് ചെയ്യുന്നതാണ്. കാരണം പുള്ളിയുടെ ഒറിജിനൽ ബോഡി ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളിക്ക് ജീവിക്കുകയും വേണം, പക്ഷെ ജീവിച്ചാൽ മാത്രം പോരാ, സൂപ്പർ ഓവർപവർഡായിട്ട് മാറണം. അങ്ങനെ ടോം സ്റ്റോൺ ആണ് ബ്രാൻഡ് ന്യൂയുടെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ ജാക്കൽ ആ ടോം സ്റ്റോണുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. കാരണം ദ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം കൺട്രോളും ഈ ജാക്കലിന് കിട്ടാൻ വേണ്ടിയിട്ട്. അതേസമയം ഈ ഹാൻഡ് ആണെങ്കിൽ ഇപ്പോൾ അവരുടെ പുതിയ ലീഡറിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ജാക്കൽ പുള്ളിയുടെ ഈ പൊസഷൻ എബിലിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഹാൻഡിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് അവരുടെ പുരാതന കാലങ്ങളിലുണ്ടായിരുന്ന ബീസ്റ്റ് അവരെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, അത് ഈ ജാക്കലാണെന്ന് പറഞ്ഞിട്ട്. അതേസമയം ഇതിൽ പ്രകാരം പറയുന്നത് നമ്മുടെ ആ സേഡിസിങ്ങിൻ്റെ ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്നാണ്. അങ്ങനെ ഈ വേൾഡിൽ ഇപ്പോൾ ജീൻ ഗ്രേ അവളുടെ പവേഴ്സ് തിരിച്ചറിഞ്ഞിട്ട് കുറച്ച് കാലങ്ങളെ ആവുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ MCUവിൽ പ്രൊഫസർ എക്സേവിയർ ഇല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ പവേഴ്സ് ഒന്ന് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ തന്നെ ഭയങ്കര റഫ്ലിയാണ് അവൾ ജീവിക്കുന്നത് തന്നെ. അപ്പോഴാണ് ഇവളുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫ്രാങ്ക് കാസിൽ അവളെയും കൊണ്ടിട്ട് വില്യം മെഡ്സഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പോയി കാണുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DODC ഈ മ്യൂട്ടൻ പവേഴ്സൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. ഈ സെയിം ടെക്നോളജി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ ടെക്ക് വെച്ചിട്ടാണ്. കാരണം ഏത് ടെക്ക് വെച്ചിട്ടാണോ പുള്ളി ഹൾക്കിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ ടെക്ക് വെച്ചിട്ടാണ് DODC ഈ മ്യൂട്ടൻ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീൻ ഗ്രേനെ ആ വില്യം ആ DODCയിലേക്ക് കൊണ്ടുപോവാണ്. കാരണം പുറത്ത് നമ്മുടെ ആ ജാക്കൽ കാരണം ഒരുപാട് പൊസഷൻസും ഒരുപാട് പേരെ മൈൻഡ് കൺട്രോളിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്ക് മനസ്സിലാവുകയാണ് ഈ ജീൻ ഗ്രേ പോലെ തന്നെയുള്ള വേറെ ഏതോ ഒരു സൈക്കോപാത്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നെ ഈ പ്ലോട്ടിലേക്ക് അങ്ങനെ ഈ ഒരു പ്ലോട്ടിൽ തന്നെ അവർ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ മാൻ സ്പൈഡറെന്നോ ഗ്രേ ഹൾക്കെന്നോ പറഞ്ഞിട്ടൊരു സാധനം വരാൻ പോകുന്നില്ലെന്ന്. അതായത് നമ്മുടെ സ്പൈഡർമാൻ 6 കാലോടെയൊന്നും വരാനും പോകുന്നില്ല, ഹൾക്കിനെ ഗ്രേ കളറിലൊന്നും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അങ്ങനെ ഈ ജാക്കൽ പണിഷറിനെയും പൊസസ് ചെയ്യാണ്. പക്ഷേ ജീൻ ഗ്രേ അവളുടെ പവേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഫ്രാങ്ക് കാസിലിനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാണ്. പക്ഷേ ആ പൊസഷൻ വെച്ചിട്ട് ആ ജാക്കലിന് ജീൻ ഗ്രേനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ജീൻ ഗ്രേയുടെ പവേഴ്സ് പുള്ളിയുടെ മൈൻഡ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ. അതിനുശേഷം ഈ ജാക്കൽ ഒരു പവർഫുൾ ഹോസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രൂസ് ബാനറിനെ തന്നെ പൊസസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ജീൻ ഗ്രേ എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങനെ അതിൽ നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ കയ്യിലുള്ള ആ വ്രിസ്റ്റ് ബാൻഡ്, അതായത് നമ്മുടെ ഹൾക്കിനെ കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ആ വ്രിസ്റ്റ് ബാൻഡ് ഇല്ലാതാവുകയാണ്, നശിക്കപ്പെടുകയാണ്. അങ്ങനെ ഇപ്പോൾ ബ്രൂസ് ബാനർ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ വ്രിസ്റ്റ് ബാൻഡ് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊസിഷനിലായിരിക്കുന്ന പുറത്ത് വന്നിരിക്കുന്നത് ഫുൾ റാംപേജ്ഡ് ആയിട്ടുള്ള റേജ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഹൾക്കാണ്. ഈ ജാക്കൽ നമ്മുടെ പീറ്റർ പാർക്കറിനെയും പൊസസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് അത് പറ്റുന്നില്ല. കാരണം ആ ജാക്കൽ ഓൾറെഡി ആ ഇൻഫെക്ഷൻ വെച്ച് ആ വൈറസ് വെച്ചിട്ട് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ബോഡീനെ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ വൈറസ് വെച്ചിട്ട് ആ ജാക്കലിന് നമ്മുടെ പീറ്റർ പാർക്കറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല.
പക്ഷേ ആ വൈറസ് നമ്മുടെ സ്പൈഡർമാൻ്റെ പുള്ളിയുടെ പവേഴ്സും കൂടി ചേർന്നിട്ട് അത് പുള്ളിയുടെ ഉള്ളിൽ നിന്ന് തന്നെ മ്യൂട്ടേറ്റ് ആവാനും തുടങ്ങി. അങ്ങനെയാണ് പുള്ളി ആ കുക്കുൻ്റെ ഉള്ളിലാവുന്നതും വെബ് ഓർഗാനിക് വെബൊക്കെ കിട്ടുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് പുറത്തു വന്നാൽ നമ്മുടെ പീറ്റർ പാർക്കറിന് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പവേഴ്സും സ്പൈഡർ സെൻസും പവേഴ്സൊക്കെ ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഈ ജീൻ മ്യൂട്ടേഷൻ ഓൾറെഡി ട്രിഗർ ആയിട്ടാണല്ലോ നമ്മുടെ സ്പൈഡർമാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് ബ്രൂസ് ബാനറുടെ അടുത്ത് പോകുന്നത്. പക്ഷേ ഇതിൽ ബ്രൂസ് ബാനർ ആണല്ലോ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആവുന്നത്, എന്നിട്ടാണല്ലോ സ്പൈഡർമാൻ ഇൻഫെക്റ്റഡ് ആവുന്നതെന്നൊക്കെ ചോദിക്കാം. ആക്ച്വലി ഇതൊരു ജസ്റ്റ് തിയറി പോലെ ഇപ്പോൾ ലീക്കായിരിക്കുന്നതാണ്. ഇത് സത്യമാണോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന തിയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലിപ്പായിട്ടും വന്നെന്ന് വരാം. കാരണം ചിലപ്പോൾ ആദ്യം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ പീറ്റർ പാർക്കർ ആയിരിക്കും, അതിനുശേഷമായിരിക്കും നമ്മുടെ ബ്രൂസ് ബാനർ ആവും നോക്കുമോ. അങ്ങനെ ഈ ഹാൻഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് പീറ്റർ പാർക്കറിനെ സെലക്ട് ചെയ്യാണ് ആ ബീസ്റ്റിൻ്റെ ഹോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ജാക്കൽ കണ്ടുപിടിക്കുകയാണ്, അതായത് പീറ്റർ പാർക്കറിനെ വീക്കണാക്കുകയാണെങ്കിൽ പുള്ളീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് പുള്ളി നമ്മുടെ സ്കോർപ്പിയനൊക്കെ അയക്കുന്നത്. അങ്ങനെ ആ സ്കോർപ്പിയന് ഒരു സിന്തറ്റിക് വെനവും കൂടി ആ ജാക്കൽ കൊടുത്തിട്ടുണ്ടാവും പീറ്റർ പാർക്കർ സ്പൈഡർമാനെ വീക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ വീക്കണായിരിക്കുന്ന നമ്മുടെ പീറ്റർ പാർക്കറിനെ സ്പൈഡർമാനെ ജാക്കൽ കൺട്രോൾ എടുക്കുകയാണ്. അങ്ങനെ ആ ഹാൻഡിൻ്റെ പുതിയ ലീഡറായിട്ട് പുള്ളിനെ അറിയിക്കുകയാണ്. അങ്ങനെ ഈ ഹാൻഡും പുള്ളിനെ കൊന്നിട്ട് പുള്ളിനെ വീണ്ടും റിസറാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അവരുടെ കൂട്ടത്തിലൊരാളാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ പീറ്റർ പാർക്കറിനും ജീൻ ഗ്രേക്കൊക്കെ ഓൾറെഡി ഒരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ ഈ ജാക്കലിനെ സപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജീൻ ഗ്രേ ആ പീറ്റർ പാർക്കറിൻ്റെ ബോഡിയിൽ തന്നെ ആ ജാക്കലിനെ സപ്രസ് ചെയ്ത് ഇംപ്രസൻ ചെയ്യാണ്. സോ അത് കാരണം പുള്ളിക്ക് വേറെ ബോഡിയിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ സ്പൈഡർമാന് ബോധം വന്ന് പുള്ളിയുടെ പവേഴ്സ് മൊത്തം റീഗെയിൻ ചെയ്തിട്ട് ആ ഹാൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രാങ്ക് കാസിലും ജീൻ ഗ്രേയും ഡെയർ ഡെവനും വരുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തുടക്കം മുതലേ തന്നെ നമ്മുടെ ടോം സ്റ്റോണിൻ്റെ കയ്യിൽ ഈ ജാക്കൽ ക്രിയേറ്റ് ചെയ്ത ഈ വൈറസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കിൽ സ്വിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി അത് ആക്ടിവേറ്റ് ചെയ്യാണ്. അത് കാരണം ഇപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ വീക്കണാവുകയാണ്, പുള്ളി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ജീൻ ഗ്രേക്ക് ഇപ്പോഴും മനസ്സിലാവാണ്, അതായത് ആ ജാക്കൽ ഇപ്പോഴും പീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, പുള്ളിക്കാരത്തേക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയത് നമ്മുടെ പീറ്റർ പാർക്കർ. എന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പുള്ളിയുടെ കൂടെ ആ ജാക്കലും കൂടി ഇല്ലാതാവുന്നു നമ്മുടെ പീറ്റർ പാർക്കറും അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മരിക്കാൻ വേണ്ടി റെഡിയാവാണ്. അങ്ങനെ നമ്മുടെ പീറ്റർ പാർക്കർ നേരെ MJയുടെ അടുത്ത് പോയിട്ട് പുള്ളിയുടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം പറയാണ്. MJനെ ഓർമ്മപ്പെടുത്താണ്. എന്നിട്ട് ആൻമേയുടെ ശവക്കല്ലയുടെ മുമ്പിൽ പോയിരുന്നിട്ട് ആൻമേയുടെ കല്ലറയിൽ പോയിരുന്നിട്ട് മരിക്കാൻ വേണ്ടി റെഡിയാവാണ്. ഇത്രയാണ് ഇപ്പോൾ ലീക്കായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ലീക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതൊക്കെ സത്യമാവുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ചിലതൊക്കെ കേട്ടിട്ട് സത്യമാണെന്ന് തോന്നുന്നുണ്ട്, ചിലതൊക്കെ കേട്ട് സത്യമല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിലൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ. പക്ഷേ ഇതിലെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റായികയില്ല. എന്തായാലും നമ്മുടെ പീറ്റർ പാർക്കർ കുക്കൂണിൽ നിന്നൊക്കെ പുറത്ത് വരുന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ട്രെയിലറിൽ തന്നെ കാണിച്ച് ഓൾറെഡി കൺഫേം ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതുപോലുള്ള ലീക്സ് എന്തായാലും തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇങ്ങനെയുള്ള ലീക്സുകളൊക്കെ സത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതും നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, ചിലപ്പോൾ എങ്ങാനും എന്തെങ്കിലുമൊക്കെ നടന്നാലോ. പിന്നെ ഇതിൽ വേറൊരു റൂമറും കൂടി ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ റയാൻ ഗോസ്ലിൻ ഗോസ്റ്റ് റൈഡറായിട്ട് വരാൻ പോവാണ്. അത് ഓൾറെഡി 5-6 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മുടെ റയാൻ ഗോസ്ലിൻ ഗോസ്റ്റ് റൈഡറായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടു. പുള്ളി ഇന്ന് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ റയാൻ ഗോസ്ലിൻ്റെ ഗോസ്റ്റ് റൈഡറിനെ ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ മെൻഷൻ ചെയ്യുന്നു ഇപ്പോൾ ഒരു ലീക്കിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ, ഇതൊക്കെ വരുമോ എന്ന് പോലും അറിഞ്ഞൂടാ. എന്തായാലും അറിഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾ പറ, ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇനി ഇത് തന്നെ ആയിരിക്കും നടക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.